ഈ മാസം മുതൽ, അതായത് ഏപ്രിൽ മാസം മുതൽ ധാരാളം ചേഞ്ചസ് ആണ് നമ്മുടെ ഇമിഗ്രേഷൻ്റെ വിസ അനുബന്ധിച്ച് ഉള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്നത്. അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് കർശനമായിട്ട് ഇവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർശന നടപടികൾ, അതായത് ഊർജിതമായിട്ടുള്ള അന്വേഷണവും നടപടികളുമാണ് ഇപ്പോൾ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ തുടരുന്ന ആൾക്കാർക്കും വർക്ക് വിസയിലൊക്കെ തുടരുന്ന ആൾക്കാർക്ക് ഇപ്പം വിസ ഫീസുകളൊക്കെ, ഇനി വിസ പുതുക്കണമെങ്കിലും പി ആറിന് അപ്ലൈ ചെയ്യണമെങ്കിലും ഒക്കെ വിസയുടെ ഫീസ്, പി ആർ ആപ്ലിക്കേഷൻ്റെ എല്ലാം, അങ്ങനെ എല്ലാ ഫീസുകളും നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. വിസയിൽ തുടരുന്ന ആൾക്കാർക്ക് 5 വർഷം കഴിയുമ്പോൾ പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. ഈ 5 വർഷം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വിനിമയവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും വരാതെ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ, ILR 5 വർഷം ആകുമ്പോൾ അപ്ലൈ ചെയ്യാം. അതാണ് പി ആർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ILR കിട്ടുന്നിടം വരെ ഇവിടുത്തെ പബ്ലിക് ഫണ്ട് ഒന്നും ആക്സസ് ചെയ്യാൻ വർക്ക് വിസയിലുള്ളവർക്കും അനുവാദമില്ല. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ ചിലപ്പോൾ ബെനിഫിറ്റ്സ്, പബ്ലിക് ഫണ്ടൊക്കെ അനുവദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അനുവദിച്ചാൽ പോലും നമ്മൾ വർക്ക് വിസയിലുള്ളവരാരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യരുത്. ഇവർ പി ആറിന് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ഇവർ നടത്തുന്നത്. ഇങ്ങനെ എന്തെങ്കിലും പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പി ആർ കിട്ടുന്നതിന് തടസ്സമായി വരും. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളിൽ, ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പി ആർ കിട്ടുന്നതിന് തടസ്സം വരാൻ സാധ്യതയുണ്ട്. അതായത് സീരിയസ് ഒഫൻസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക്, ട്രാഫിക് ക്രൈംസിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ ഏതെങ്കിലും കാരണത്താൽ എന്തെങ്കിലും കേസിൽ ഉൾപ്പെടുകയോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയോ അതുപോലെ തന്നെ ജയിലിൽ കിടക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പി ആർ ആപ്ലിക്കേഷൻ ചെല്ലുമ്പോൾ അതൊക്കെ ഒരു തടസ്സമായിട്ട് വരും. ഇപ്പോൾ വിദേശത്തു നിന്നുള്ള ആൾക്കാരെ ഇവിടെ കുറ്റകൃത്യം ചെയ്യുന്നത്, അങ്ങനെയുള്ളവരെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ വരെ ഇവിടുത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ഉടനെ നാട്ടിലേക്ക് വിടുന്ന ഒരു നിയമം അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ കുറ്റകൃത്യമുള്ള വിദേശികളായിട്ടുള്ള വന്നിട്ടുള്ള ആൾക്കാരെ, കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെ ഇവിടെ തുടരണ്ട എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം. ഇപ്പോൾ കേസുകളാണെങ്കിൽ പല വിധത്തിൽ വരാം. നിസ്സാരമായിട്ട് ഇപ്പം നമ്മൾ കുട്ടികളെ ഒന്ന് തല്ലിയാൽ പോലും അത് ഒരു കേസായിട്ട് വരാം. ഈ കുട്ടികൾ ദേഹത്ത് എന്തെങ്കിലും പാട് വരികയോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് ഇവരോടൊക്കെ കുടുംബത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവർ അബ്യൂസിന് വിധേയമാകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് കുട്ടികൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ഇങ്ങനെ തല്ലുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷണം വരും. അങ്ങനെ എന്തെങ്കിലും കേസ് അവർക്ക് സംശയാസ്പദമായി തോന്നിയാൽ അവർ കേസെടുക്കും. ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായാലും അതും ഈ പി ആർ കിട്ടുന്നതിനുള്ള ഒരു തടസ്സമായിട്ട് വരും. അതുകൊണ്ട് മാതാപിതാക്കൾ ഇവിടെ വർക്ക് വിസയിലുള്ളവർ പ്രത്യേകമായിട്ട് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം പുതിയതായിട്ട് വന്നവർക്കൊന്നും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അത്ര അവെയർ അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് മനസ്സിലാക്കി അതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ UK കൂടുതലായിട്ടും ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് അബ്യൂസ്, അതായത് വീട്ടുവഴക്കുകൾ, അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ, ഭാര്യ ഭർത്താവിനെ ഉപദ്രവിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്നു. കൂടുതലും ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്നതാണ്. അതിങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കേസ് നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ഇങ്ങനെ കേസിൽ അകപ്പെട്ട് ഇവർ കുറ്റവാളിയാണെന്ന് കണ്ട് ജയിലിൽ ശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശിക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ നാട്ടിലേക്ക് വിടും, ഇവിടെ തുടരാൻ അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കേസിൽ എന്തെങ്കിലും അകപ്പെട്ടിട്ടുള്ളവർക്ക് ഇനി ഇവിടെ തുടരാനുള്ള, ചെറിയ കേസുകളാണേലും തുടരാനുള്ള അനുവാദം ഉണ്ടെങ്കിൽ പോലും അതും പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു തടസ്സമായി വരാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിലും, അതായത് നമ്മൾ ഇമിഗ്രേഷന് ഇവിടെ വർക്ക് വിസയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതും പി ആർ കിട്ടുന്നതിന് തടസ്സമാകും. അതായത് ഇപ്പം നമ്മൾ ഒരു എംപ്ലോയറിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുവാനേ നമുക്ക് അനുവാദമുള്ളൂ. മറ്റൊരു എംപ്ലോയറിൻ്റെ കീഴിൽ ജോലി ചെയ്തെന്നുള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതും ഒരു കുറ്റകൃത്യമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്.
ഒരു വർക്ക് വിസായിൽ വന്നിട്ട് ഒരു എംപ്ലോയറുടെ കീഴിൽ വന്നാൽ ആ വിസായിലുള്ള അതിനനുവദിച്ചിരിക്കുന്ന ജോലി ചെയ്യുവാനേ വർക്ക് വിസായിലുള്ളവർക്ക് അനുവാദമുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡെപ്റ്റുകളിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിലാണേലും ഡെപ്റ്റ് നമുക്ക് കൂടുതലായിട്ടുള്ള കടബാധ്യതകളുണ്ട്. ആ കടബാധ്യത തിരിച്ചടയ്ക്കാതെ ആണ് ഇവിടെ തുടരുന്നുള്ളത് കണ്ടുപിടിച്ചാൽ അതും ഒരു കുറ്റകൃത്യമാണ്. ഈ കുറച്ച് നാൾ മുന്നേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു കുവൈറ്റിലൊക്കെ. ഇങ്ങനെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. കുവൈറ്റിൽ നിന്നൊക്കെ വളരെയധികം വലിയ തുക എടുത്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളവരുണ്ട്. അവരുടെ മേലൊക്കെ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു നമ്മൾ PR-നൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായി ചെക്ക് ചെയ്തിട്ട് മാത്രമേ PR ഒക്കെ തരികയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് PR കിട്ടാൻ ഇതൊരു തടസ്സമായി വരും. PR എന്ന് പറയുന്നത് ILR തന്നെയാണ്, ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ. അതായത് PR എന്ന് പറയുന്നത് പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറയും. അതാണ് ILR. രണ്ടും സെയിം സംഗതിയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ടാക്സ് ഫ്രോഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ അതൊരു വളരെ സീരിയസ് കുറ്റമാണ്. അങ്ങനെയുള്ളവർക്ക് ILR-ന് തടസ്സം വരും. ILR-ന് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ILR കിട്ടാൻ തടസ്സം വരും. വർക്ക് വിസയിലുള്ളവർ മറ്റേതെങ്കിലും രീതിയിൽ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇമിഗ്രേഷൻ നിയമത്തിൻ്റെ ലംഘനമാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം നേടുന്നവർക്കാണെങ്കിൽ പോലും ഇതൊക്കെ ബാധകമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അന്വേഷിച്ചിട്ട് വേണം ഇവിടെ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ കിട്ടാത്തവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാൻ. ഇതൊക്കെ കൃത്യമായി അന്വേഷിച്ചിട്ട് ഇതൊക്കെ ILR കിട്ടാനായിട്ട് ILR കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ് നടത്തുമ്പോൾ ഇതൊക്കെ ഒരു തടസ്സമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ട്രാഫിക്കിൽ നിയമലംഘനം എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ആ സമയത്താണേലും അല്ലെങ്കിൽ പിന്നെ വർക്ക് വിസയിലോട്ട് കയറിക്കഴിഞ്ഞും ഇവിടുത്തെ ലൈസൻസ് എടുക്കാതെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രോപ്പർ ഇൻഷുറൻസ് ഇല്ലാതെയോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ക്രിമിനൽ ഒഫൻസാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങളും PR-നൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുകയും ഇതൊക്കെ ഒരു തടസ്സമായി വരാനും കാരണമാകും. അപ്പോൾ ILR കിട്ടാത്തവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ രീതിയിലുള്ള നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് 5 വർഷം കഴിഞ്ഞ് നമ്മൾ വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞ് 5 വർഷം ആകുമ്പോൾ നമുക്ക് PR-ന് അതായത് ILR-ന് അപ്ലൈ ചെയ്യാം. ആ സമയത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ ILR കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ.